ഞാനൊരു നാട്ടിൻപുറത്തുകാരനാണ്. അപ്പോൾ എന്നെ ഒരുപാട് ആൾക്കാർ സഹായിച്ചിട്ടുണ്ട്. എൻ്റെ ക്യാമറാമാൻ മുഹമ്മദ് എ, അതുപോലെ ചീഫ് അസോസിയേറ്റ് റിയൽ കൈസി, പിന്നെ ഈ ബിനു നെപ്പോളിയൻ എഡിറ്റർ, സൗണ്ട് ചെയ്തത് രഞ്ജു ആണ്. BGM ചെയ്തത് സാൻഡി, 2 പാട്ട് ചെയ്തത് സാമുവലബി, ഫൈറ്റ് മാസ്റ്റർ നമ്മുടെ അഷ്റഫ് ഗുരുക്കൾ. ഇങ്ങോട്ട് വരും. ഞങ്ങൾ വളരെ ഞങ്ങളൊരു പുതുക്കക്കാരനാണെങ്കിൽ പോലും ഞങ്ങൾ കൂടെ നിന്നിട്ട് ഞങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും സഹായിച്ചത്. എൽദോ ഒന്നും അറിയാത്ത ഞങ്ങളെ പിടിച്ച് കയറ്റിയത്. DOP ഇതാ നമ്മുടെ പ്രിയപ്പെട്ട ഇദ്ദേഹമാണ് നമ്മുടെ ആദ്യമായിട്ട് പിന്നെ ഈ രംഗത്തേക്ക് ഇതാക്കിയത്. ദേവരാജ് ഒരുപാട് ചാൻസുകളുള്ളൊരു ഞാൻ ഇതെടുത്ത് വെച്ച് ഒരു അവാർഡ് പോലെ ഞാൻ എടുത്തു വെച്ചു. ഞാൻ ഒരുപാട് നാടകം ചെയ്ത ആളാണ്. പക്ഷെ വില്ലന്മാർക്കൊരു പ്രാധാന്യം കൊടുക്കുന്നത് എൻ്റെ സൃഷ്ടി, പൊതുവെ എൻ്റെ സ്വഭാവം അതാണ്. ഇതാ നായകൻ പടം കണ്ടു കഴിഞ്ഞാൽ അഭിപ്രായം പറയാൻ അത് നിങ്ങളാണ് അഭിപ്രായം പറയേണ്ടത്, ഞാനല്ലല്ലോ. അതെ, വളരെയധികം സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു മുഴുനീള ക്യാരക്ടർ കിട്ടിയത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. അതിന് എല്ലാവരോടും നന്ദി പറയണം. സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. ഡയറക്ടർ കുഞ്ഞിരാമേട്ടന് താങ്ക്സ്. ഞാൻ കണ്ടിട്ടില്ല ഇറങ്ങുന്ന സമയത്ത്. ഞങ്ങളെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പിന്നെ കുറെ കഷ്ടപ്പെട്ടിട്ടുമുണ്ട്. എല്ലാം ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് അങ്ങനത്തെ ഒരു സ്ഥലത്ത് നമ്മളില്ലേ ഒരുപാട് ദിവസം എല്ലാം ആ പോത്താങ്കണ്ടെന്ന് പറഞ്ഞ സ്ഥലമൊക്കെ എന്ന് പറഞ്ഞാൽ അതുപോലത്തെ വെയിലും അങ്ങനത്തെ ഇതാ അതിനൊരു എന്താ പറയുക, അത് പിക്ചറൈസ് ചെയ്ത് വന്ന് കണ്ടപ്പോൾ നിങ്ങൾ പറഞ്ഞതാണ് ഞങ്ങൾക്കുള്ള ഏറ്റവും ആദ്യത്തെ ഫീഡ്ബാക്ക്. അതൊക്കെ നമ്മളെ ചീമേന ഭാഗത്തിൽ അരിയിട്ട പറഞ്ഞൊരു കാവുണ്ട്, ചെറിയ കാവാണ്. പക്ഷെ ആ കാവിനെ ഞങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തി. അപ്പോൾ ഞങ്ങൾ എല്ലാവരും നാട്ടുകാരൊക്കെ നല്ല സഹായിച്ചിട്ടുണ്ട്. ഇദ്ദേഹം ഇതിൽ പിന്നെ നമ്മുടെ ഷൺമുഖം, SI ഷൺമുഖം. എനിക്ക് മെയിനായിട്ട് തോന്നിയിട്ടുള്ള എല്ലാ വില്ലന്മാരെല്ലാം നല്ല നമ്മുടെ നാടോടി കഥയായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ തുടങ്ങുന്ന സിനിമ. മാക്കത്തിന്റെ മകൻ ഫൈറ്റ് ചെയ്തത്. പാട്ട് സീനിൽ അവസാനിച്ച നല്ല സന്തോഷം. തേജലക്ഷ്മി. അതെ ഫസ്റ്റ് ആയിട്ട് ചെയ്യാണ്, അതുകൊണ്ട് നല്ല സന്തോഷമുണ്ട്. ഇനി ബാക്കി എല്ലാവരും പറയാം അഭിപ്രായം. താങ്ക് യു. ആള് പുലിയാണ് കേട്ടോ. സ്റ്റേറ്റില് 3 വർഷം തുടർച്ചയായിട്ട് ഫസ്റ്റ് മൂവിയാണോ? അതെ എഡിറ്റർ നമ്മുടെ പലങ്കയാണ് കേട്ടോ. ബിനു ബാലകൃഷ്ണൻ. ഇദ്ദേഹം നമ്മുടെ പിന്നെ ഒരു ചെറിയ കഥാപാത്രം ചെയ്തിട്ടുണ്ട്. പറങ്ങോടം കഥാപാത്രം നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ്.